ഹലോ. അങ്ങനെയോ? അതെങ്ങനെ സംഭവിച്ചു? കണ്ടോ കണ്ടോ മാമേ, എല്ലാവരുടെ നമ്മളെ അവനെ ചതിക്കാൻ വേണ്ടി ചെയ്തതാ. യഥാർത്ഥ സത്യം അറിയാതെ നമ്മൾ പലരെയും ക്രൂശിക്കുന്നു, അപമാനിക്കുന്നു. സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതെ നാണക്കേടിൽ പലരെയും ആത്മഹത്യ ചെയ്യിക്കുന്നു. ഇതേ നാടിന്റെ ശാപമാണ്. സോഷ്യൽ മീഡിയ എന്ന അതിവിശാലമായ ലോകത്തേക്ക് പടച്ചുവിടുന്ന നുണകൾക്ക് പിന്നാലെ പായുന്ന നമ്മൾ തന്നെയാണ് ഇതിന്റെ കുറ്റക്കാർ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്ന് പറയുന്ന പോലെ ഒരു പെണ്ണ് ഒരുമ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് നിരപരാധിയും കുറ്റവാളിയായെന്നും വരും. ഈ ഒരു പെൺകുട്ടി അതിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്ന വീഡിയോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇയാളുടെ അവസ്ഥ? ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്കുള്ള പാഠം. എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം സത്യമാണെന്ന് കരുതാതിരിക്കുക. യഥാർത്ഥ സത്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പ്രതികരിക്കുക. ചെറിയ രീതിയിൽ റീൽസ് ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു ശീലം എനിക്കുണ്ട്. എന്ത് കണ്ടാലും ഞാനത് ക്യാമറയിലാക്കും. ആ ഒരു ശീലമാണ് ഇവിടെ ഇതിന്റെ സത്യം തെളിയിക്കാൻ സഹായിച്ചത്. ഇതിനു മുമ്പും സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഏട്ടൻ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ കല്യാണത്തിന്റെ പൂമാലയും പിടിച്ചു നിന്ന എന്റെ ഏട്ടനെയും കളക്ടർ ശാലിനി മേഡത്തെയും ചേർത്ത് അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് വരെ ധരിപ്പിച്ച് വൈറലാക്കിയവരാ ഇവിടത്തെ സോഷ്യൽ മീഡിയ വ്ളോഗർമാർ. അതുകൊണ്ട് ഈ സംഭവം വന്നപ്പോഴേ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഈശ്വരൻ എന്റെ ഏട്ടന്റെ കൂടെ തന്നെയാണെന്ന്. ഏട്ടന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും. കള്ളങ്ങൾ എത്ര ആവർത്തി പറഞ്ഞാലും അത് കള്ളങ്ങളായിട്ട് തന്നെ ഇരിക്കും. അതൊരിക്കലും നേരായി വരികയില്ല. കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും സ്ത്രീകൾക്ക് കഴിയും. ശിവൻ നിരപരാധിയാണ്. സത്യാവസ്ഥ എന്താണെന്നറിയാതെ നിങ്ങളാണ് ഇയാളെ കുറ്റവാളിയാക്കിയത്. നിങ്ങൾ ചൂടപ്പം പോലെ വാർത്തകൾ വിൽക്കാൻ വേണ്ടി ആളുകളുടെ ജീവിതം കൊണ്ട് നടത്തുന്ന ഞാണിന്മേൽ കളി. അതാണിപ്പോഴത്തെ സോഷ്യൽ മീഡിയ. യഥാർത്ഥ സത്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുന്ന വാർത്തയിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ മറയ്ക്കപ്പെടുന്നത് യഥാർത്ഥ സത്യമാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഛേ